പാവയ്ക്ക ചെടിയിൽ 2 കയ്പ്പയ്ക്കകൾ, അതായത് പാവയ്ക്ക വിത്തിന് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പഴുത്ത പോലെ തോന്നി, അപ്പോൾ പറിച്ചെടുത്തു. ഒരു 4 വിത്തുണ്ടായിരുന്നു, മൂത്തുണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ രസമുള്ള ഐറ്റം ഇതായിരുന്നു. ഇതാ കണ്ടില്ലേ, ചാടി എത്ര ദൂരേക്കാണ് ചാടിയെന്ന് നോക്കിയേ. വീഡിയോ ക്ലിപ്പിൻ്റെ പുറത്തേക്ക് പോയി തുടങ്ങി. എന്നിട്ട് ഇതാ ഉണ്ടാവുന്നു കണ്ടുപിടിച്ചിട്ടുണ്ട്. വിത്ത് കണ്ടില്ലേ, മൂത്തിട്ടില്ല. അത് മറ്റേ ഭാഗത്തായിരുന്നു. ഇതാണ് കേടുവന്ന ഭാഗം. കേടുവന്ന ഭാഗത്തു നിന്നാണ് മറ്റേ ഐറ്റം ചാടി വന്നത്. അപ്പോൾ ഇനി ഇതിലുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും വേഗം കളഞ്ഞു. ആ വിത്ത് വെളുത്തിട്ടായിരിക്കണം, കണ്ടില്ലേ. ഒരു വിത്ത് കുറച്ചൊരു കളറും ഉണ്ട്. എന്തായാലും വിത്തുകളൊക്കെ കുഴിച്ചിട്ട് നോക്കി, കാര്യമൊന്നും ഉണ്ടാവാൻ തോന്നില്ല. ഒരെണ്ണം മാത്രം കുറച്ചുകൂടെ ബ്രൗൺ കളർ വന്ന വിത്ത് ഉണ്ടായിരുന്നു. അത് വേറെ സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട്. രണ്ടായിട്ട് വേറെ സ്ഥലത്ത് കുഴിച്ചിട്ടു. ഏതാ മുളയ്ക്കണേന്ന് അറിയാം. മിക്കവാറും ഒന്നും മുളയ്ക്കില്ല. മുമ്പൊക്കെ ഞാൻ ഈ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന പാവയ്ക്കയിൽ നിന്ന് വിത്തുകളെടുത്ത് കുഴിച്ചിട്ട് നോക്കാറുണ്ട്. അത് പഴുത്ത പാവയ്ക്ക ആയിരിക്കില്ലല്ലോ, കാരണം പഴുത്ത പാവയ്ക്ക കടയിൽ വെച്ചാൽ നമ്മൾ വാങ്ങില്ല. അപ്പോൾ അതിൽ വിത്തൊന്നും മുളയ്ക്കാറില്ല. പലതവണ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തവണയും വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഇതിപ്പോൾ പഴുത്തതായിരുന്നു, പക്ഷെ പഴുക്കാൻ കാരണം വേറെയായിരുന്നു എന്ന് മാത്രം.